പത്രോസിന്റെ ലേഖനത്തിലെ വളരെ പ്രധാനമായ ഒരു വാക്യമാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം വിചാരിച്ച് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. വിശ്വാസമുണ്ടോ? ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. എവിടെ നിന്നാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? ബൈബിൾ പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഇരുട്ടിന്റെ അന്ധതമസിനകത്ത് നിന്ന് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ശ്രദ്ധിച്ചാട്ടെ, ഒരു കമ്പനിയിൽ ഒരാളെ ജോലിക്കെടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അവിടെ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്, അല്ലേ? 2, ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിലേക്ക് ഒരാളെ ജോലിക്കെടുക്കുന്നതിന് മുൻപ് അവൻ്റെ ക്വാളിഫിക്കേഷൻ പ്രത്യേകിച്ച് നോക്കും. ഏത് വിഷയത്തിലാണ്, അത് ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, ആരുമാകട്ടെ, അല്ലേ? 6 മാസം, 2 വർഷം എന്നിത്യാദിയൊക്കെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം. 2, അവർ പഠിച്ച കോളേജുകൾ അതിന് പ്രാധാന്യമാണ്, അല്ലേ? എവിടെയെങ്കിലും ഒരു സാധാ കോളേജിൽ പോയി പഠിച്ചിട്ട് നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അതൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പഠിച്ച കോളേജ് വിഷയമാണ്, അവിടെ മാർക്ക് ലിസ്റ്റ് വിഷയമാണ്, അവിടെ എക്സ്പീരിയൻസ് വിഷയമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ജോലിയിൽ അത് 20,000 രൂപയോ 10,000 എത്രയാകട്ടെ, ചെറുതും വലുതുമാകട്ടെ, പക്ഷെ കൊടുക്കണമെങ്കിൽ, കേട്ടണമെങ്കിൽ ആ മനുഷ്യനിൽ ഉണ്ടാകേണ്ട ചില ക്വാളിറ്റികളുണ്ട്. എന്നിട്ട് അവന് ജോലിക്കെടുക്കുകയുള്ളൂ. സ്തോത്രം. എന്നാൽ ഒന്നും അറിയാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടനായ, പൊട്ടനായ, ബോഷനായ, കഴിവില്ലാത്ത, കഴിവുകെട്ട ഒരാളെ ഏതെങ്കിലും ഒരു കമ്പനി ജോലിക്കെടുക്കുമോ? സെലക്ട് ചെയ്യുമോ? സെലക്ട് ചെയ്യത്തില്ല. എന്നാൽ ഞാനും നിങ്ങളും ഈ പകൽ ദൈവസന്നിധിയിൽ ആനന്ദിക്കേണ്ടതിന് ഒരു കാര്യം ഞാൻ പറയാം. ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനം തന്നത് ഒരു ക്വാളിറ്റിയും ഇല്ലാഞ്ഞിട്ടാ. ദൂത് മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ക്വാളിറ്റി കണ്ടല്ല, എന്തെങ്കിലും നമ്മുടെ നന്മയോ കഴിവോ കണ്ടല്ല നമുക്ക് ദൈവരാജ്യത്തിലേക്ക് ദൈവം പ്രവേശനം തന്നത്. എന്റെ ഭാഷ പറഞ്ഞാൽ ഇരുട്ടിൽ കിടന്നവരെയാ ദൈവം ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവന്നത്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാലേ, അന്ധതമസിൽ കിടക്കുന്ന, ഇരുട്ടിൽ കിടക്കുന്ന ഒരുവനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ദൈവത്തിന് എന്ത് ചെയ്യാനാ? ഇനി കഴിവുള്ള വെളിച്ചത്തിൽ കിടക്കുന്നവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്? എന്നാൽ പത്രോസിന്റെ ആശയം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ദൈവം വിളിച്ചത് നിങ്ങൾ വെളിച്ചത്തിലായപ്പോഴല്ല, പകരം ഇരുട്ടിൽ തപ്പി തടഞ്ഞിരിക്കുമ്പോൾ, അന്ധകാരത്തിന്റെ നീർച്ചുഴിയിൽ ഞാനും നിങ്ങളും കിടന്നപ്പോൾ ഈ വെളിച്ചത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. അമ്മേ, ഞാന് 1-2 കാര്യങ്ങൾ നിങ്ങളെ അതുമായുള്ള ബന്ധത്തിൽ ഞാനിന്ന് കൊണ്ടുവരാം. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോ വിഗ്രഹാരാധനയിൽ നിന്നവനെയാ തെരഞ്ഞെടുത്തേ. 2, ഊസ് ദേശം, കൽദയ ദേശത്തുന്ന അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തത്. എന്നാലേ എന്തെങ്കിലുമൊക്കെ പറയാൻ അബ്രഹാമിന് ഉണ്ടായിരുന്നു. ആമേൻ. എന്തെങ്കിലുമൊക്കെ വിട്ടുകളയാൻ അബ്രഹാമിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ വിട്ട് നീ എന്റെ പുറകെ വരാൻ പറഞ്ഞേ. ചിലതൊക്കെ വിടാനുണ്ടായിരുന്നു, വിട്ടുപോരാനുണ്ടായിരുന്നു. എന്നാൽ അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്ത് വിളിച്ചിറക്കിയപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമസഭയായ നമ്മെ അല്ല, എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തപ്പോ, മക്കളെ, നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു, എന്തിനു വേണ്ടിയാ ഇങ്ങനെ തെരഞ്ഞെടുത്തത്? വായിക്കാം, വേഗത്തിലെടുക്കാം. ഏതാണ്? 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം കുറിച്ചു വെക്കണം. എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യണം. വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നിങ്ങളുടെ വിളിയെ എന്ത് ചെയ്യണം? നോക്കണം. പൗലോസ് പറയാണ്, നിങ്ങൾ വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും നിങ്ങളുടെ വിളി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാ. നിങ്ങൾ എങ്ങനെയാ വിളിച്ചത്?
ലോകാഭിപ്രായ പ്രകാരം ആ ജ്ഞാനികൾ ഏറെയില്ല, ജ്ഞാനികൾ ഏറെയില്ല, ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, ആ കുലീനന്മാരും ഏറെയില്ല. കുലീനന്മാർ ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തെരഞ്ഞെടുത്തു. അപ്പൊ ആരെയാ ദൈവം തെരഞ്ഞെടുത്തേ? ഭോഷത്വം. എവിടുന്നാ തെരഞ്ഞെടുത്തേ? സ്തോത്രം. അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്. എങ്ങനെയുള്ളവരാ തെരഞ്ഞെടുത്തേ? ഭോഷത്വമായി തെരഞ്ഞെടുത്തു. നമ്മൾ ഭോഷന്മാരായിരുന്നു എന്ന് പറയാൻ നമുക്ക് എന്തൊരു മടിയല്ലേ അല്ലേ? പക്ഷെ സത്യം അതാ അല്ലേ? വായിച്ചേ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്ത് ഭോഷത്വമായതിനെ. അപ്പൊ ഒന്ന് ഇരുട്ടിലായിരുന്നു, ഒന്ന് അന്ധകാരത്തിലായിരുന്നു, രണ്ട് എങ്ങനെയുള്ളവരായിരുന്നു? ഭോഷന്മാരായിരുന്നു. ഇനി അതിനേക്ക് രസം എന്താണെന്നറിയോ? ഇത് ഒത്തിരി സ്പീഡിൽ പോയാൽ വിട്ടുപോകും. ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കണം. അടുത്ത വാക്യം. ഒന്ന് ലോകത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു, രണ്ട് ഭോഷത്വത്തിലായിരുന്നു, മൂന്ന് ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് അപ്പൊ തെരഞ്ഞെടുത്തു. എങ്ങനെയുള്ളവരായിരുന്നു? ഇരുട്ടിലായിരുന്നു. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞ് നിന്നെ കുറിച്ചായി പറഞ്ഞു. ഒന്ന് പറ. സത്യമായിട്ട് ഇന്ന് പറയാതെ ഞാൻ പ്രസംഗിക്കത്തില്ല. ഈ താഴത്തോട്ട് വരുന്നുണ്ട്, കുറച്ച് കാര്യം കൂടി പഠിച്ചേ പറ്റൂ. ആമേ അല്ലേ? നമ്മൾ ആരായിരുന്നു? നമ്മൾ എത്ര മസൽ പിടിച്ചാലും, എത്ര വണ്ണം ഇങ്ങനെ ബലം പിടിച്ചിരുന്നാലും കർത്താവ് പറയാ നീ ഇരുട്ടിനകത്തായിരുന്നു, രണ്ട് ഭോഷനായിരുന്നു, മൂന്ന് നിനക്ക് ഒരു ബലവും ഇല്ലായിരുന്നു. ഒരു ബലവും ഇല്ലായിരുന്നു. അടുത്തത് ബലഹീനമായി തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യാൻ ദൈവം ലോകത്തിൽ കുലഹീനവും. ഇപ്പൊ പിന്നെ വന്നു. എന്താ എന്തുണ്ടായിരുന്നു നമുക്ക് പറയാൻ? സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ റൂട്ട് തന്നെ പോവാതിരിക്കാൻ നല്ലത്. നമ്മുടെ റൂട്ട് തേടി നമുക്ക് എത്ര തലമുറ അറിയാം. എൻ്റെ അപ്പൻ്റെ പേര് സേവിയർ, അപ്പൻ്റെ പേര് മത്തായി. മത്തായിയുടെ അപ്പൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. ഇനിയിപ്പോ ചോദിച്ചിട്ട് എവിടെ എഴുതാനാ? അപ്പൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഇതിനകത്തോണ്ട് കൈവയ്ക്ക് ഒരു അല്ലല്ലോ പറഞ്ഞാൽ മതി. പറയണ്ട, പേര് പറയണ്ട. പട്ടയത്തിൽ പോലും കാണത്തില്ല. ഇനി ആ അപ്പന്റെ പേരെടുത്താലോ? ഇനി അതും കഴിഞ്ഞിട്ട് മറ്റേ പുണ്യം പുറകോട്ട് പോയി അപ്പനെ എടുത്താലോ? അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ അപ്പൻ എവിടെന്നാ വന്നെന്ന് എങ്ങനെ അറിഞ്ഞു? ഇനി തെങ്കാശിയിൽ നിന്നാണോ? ഹലോ, തെങ്കാശിയിൽ നിന്നാണോ പുള്ളി വന്നത്, അല്ലെങ്കിൽ വല്ല വള്ളംകുളത്തൊന്നാണോ വന്നത്? എവിടെന്നറിയാം? ഇപ്പൊ ഞാൻ ചൂതമ്പറമ്പിൽ സൈബർ മകൻ ബിജു, അതിപ്പോഴാന്നേ. കുറച്ച് റൂട്ട് പുറകോട്ട് പോയാൽ ഈ നമുക്കൊന്നും പറയാനില്ല. ഒരു ഹല്ലേലൂയ പറ. ഇപ്പൊ നല്ല മിടുക്കികളായിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുമ്പോ ഈ തമ്പുരാനുണ്ടല്ലോ, ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ അങ്ങേ അറ്റം കാണുന്നവരാ. അവൻ പത്രോസ് വന്നപ്പോ പത്രോസിനോട് അന്നത്തെ പേരല്ല വിളിച്ചത്, ബറിയോന ശീമോനെ. അവന്റെ അപ്പന്റെ പേര് കൂട്ടിയാ വിളിച്ചേ. അതെന്താന്നറിയാമോ? ശീമോനെ, നിന്റെ നിപ്പ് കൊള്ളാടാ, നിന്റെ ഷേപ്പ് കൊള്ളാടാ, പക്ഷേ നിന്നെ ഞാൻ നോക്കുമ്പോൾ നിന്റെ അപ്പുറത്ത് നിന്റെ അപ്പനെ കാണുന്നു, നിന്റെ അപ്പുപ്പനെ കാണുന്നു, നിന്റെ 5 തലമുറ കാണുന്നു. ഇന്ന് മാന്യത ഉണ്ടെന്ന് പറഞ്ഞാലും മാന്യതയില്ലാത്ത കുലഹീനമായ ബലഹീനമായ പേര് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ നികൃഷ്ടമായ ഒരു സ്ഥാനത്ത് നിന്ന് ഇത്രയും ഭാഗ്യപദവി തന്ന് കൊണ്ടുവന്ന ദൈവത്തെ കാരമടിച്ചൊന്ന് സ്തുതിച്ച്. ഇതാണ് ഭാഗ്യപദവി. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഒന്ന്, ദൈവം ലോകത്തിൽ കുലഹീനവും നിർഗിഷ്ടമായതും ഏതുമില്ലാത്തതും എന്ന് പറഞ്ഞേ. ഇനി മുഖത്ത് നോക്കി അടുത്തിരിക്കുന്നോളൂ, ഏതുമില്ലാത്തതായിരുന്നു നീ. ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ലേ പറയുന്നത്, അടുത്തിരിക്കുന്ന ആളോട് പറ, ധൈര്യമായിട്ട് പറയും, ഏതുമില്ലാത്തതായിരുന്നു നീ. ഏതുമില്ലാത്തതായിരുന്നു. ഇത് ഇടക്കിടക്ക് നമുക്ക് തോന്നണം, ഇടക്കിടക്ക് ഇത് നമ്മുടെ അകത്തോട്ട് വരണം. ഏതുമില്ലാത്തതായിരുന്നു. ആ ഏതുമില്ലാത്ത നിന്നെ തെരഞ്ഞെടുത്തു. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇനി ഞാൻ സഹോദരിമാരോട് ചോദിക്കുന്നു, കർത്താവ് എങ്ങനെയുള്ളവനെ തെരഞ്ഞെടുത്ത്? നമ്പർ 1, നമ്പർ 2, നമ്പർ 3 പറ.
ഇരുട്ടിൽ കടന്നതിനെ, ഭോഷത്വമായതിനെ, ബലഹീനമായതിനെ, നിർഗിഷ്ടമായതിനെ, കുലഹീനമായതിനെ തെരഞ്ഞെടുത്തു. ശരിയല്ലേ? നിങ്ങളും കേട്ടല്ലോ, ചോദിക്കണ്ട. അടുത്ത ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഉള്ളവരെ ദൈവം എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. എന്തിന് ഇങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്തു? അടുത്ത വാക്യം, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുക. ഇതാ വിഷയം. അംബാനിനെ ഇതിനകത്ത് കേട്ടാൻ എന്നാന്നറിയോ? പുള്ളി വന്നാ പുള്ളിക്ക് പറയാൻ ചിലതുണ്ട്. അദാനിനെ കൊണ്ടുവരാൻ എന്നാന്നറിയോ? അദാനിക്ക് കാണിക്കാനും പറയാനും ചിലതുണ്ട്. എന്നാൽ നിന്നെ കൊണ്ടുവന്നിനാന്നറിയാമോ? ഒന്നും കാണിക്കാനില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ. ഇത്രയും പറഞ്ഞിട്ടും കൈ പോയിട്ട് വിരൽ പോലും അനക്കാത്തവർ ഇതിനകത്തുണ്ട്. ഒരു സ്വത്രം എന്ന് പറഞ്ഞേ, അവൻ ദൂത് മനസ്സിലായോ? ഒന്നുമില്ലാത്തതിനെ, നിർഗിഷ്ടമായതിനെ, കഴിവില്ലാത്തതിനെ ദൈവം ഇരുട്ടിൽ നിന്ന് തെരഞ്ഞെടുത്ത് ദൈവ സന്നിധി കൊണ്ടുവന്നതിന്റെ ഏക ലക്ഷ്യം എന്താണെന്നറിയാമോ? ഒരു ചേട്ടവും ദൈവ സന്നിധിയിൽ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. പൗലോസിന്റെ ഈ വാക്കുകൾ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയുക, എന്തിന് അങ്ങനെ കൊണ്ടുവന്നു? എന്തിന് ഇങ്ങനെയുള്ളതിനെ കൊണ്ടുവന്നു? എന്തിന് ഇരുട്ടിൽ കടന്നവനെ കൊണ്ടുവന്നു? ദൈവത്തിന്റെ ഒരൊറ്റ ചിന്ത, ഒരു ജഡവും പുതിയ നിയമത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? പ്രശംസിക്കാൻ പാടില്ല. ഒരു ജഡത്തിലും പ്രശംസിക്കാൻ പാടില്ല. അവന്റെ കഴിവിൽ പ്രശംസിക്കാൻ പാടില്ല. അവന്റെ ഗ്ലാമറിൽ പ്രശംസിക്കാൻ പാടില്ല. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറയാമോ? സ്തോത്രം. ഇവിടെ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ദൂത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. യെശയ്യാവിന്റെ പ്രവചനത്തിനകത്ത് വായിക്കണ്ട ഒരു വാക്യം ഇങ്ങനെയുണ്ട്. ആമേൻ. നിങ്ങൾ ആരെങ്കിലും പ്രശംസിക്കുന്നെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക. ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ആമേൻ. സമ്പത്തുള്ളവൻ തന്റെ സമ്പത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ ദൈവത്തിൽ പ്രശംസിക്കട്ടെ. അമ്മേ, കരം ഉയർത്തി ദൈവത്തിന് നന്ദി പറ. പോരെ ഉറക്കെ ഒരു ഹല്ലേലൂയ പറ. പ്രശംസിപ്പാൻ നമുക്കൊന്നുമില്ല ദൈവമക്കളെ, പ്രശംസിപ്പാൻ ഒന്നുമില്ല. പ്രശംസിക്കുന്നവൻ ദൈവത്തിൽ പ്രശംസിക്കട്ടെ. സ്വത്രം മക്കളെ, ഞാൻ രാവിലെ പറഞ്ഞത് ഒന്നുകൂടി പറയാ. യൂട്യൂബിൽ ചെന്ന് അടിച്ചു നോക്കണം. ലോകത്തിലെ കോടീശ്വരന്മാരായിരുന്ന 10 പേരുടെ തകർച്ച, 1 കോടീശ്വരന്മാരുടെ തകർച്ച യൂട്യൂബിൽ ഇന്ന് തന്നെ, ഇവിടെ ഇരുന്ന് അടിക്കണ്ട, വീട്ടിൽ ചെന്നിട്ട് അടിച്ചു നോക്കണം. കോടീശ്വരന്മാരായിരുന്ന 10 പേരുടെ തകർച്ച. അതിലൊരുത്തൻ ഏകദേശം ആയിരക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വീടിനകത്ത് ഇറങ്ങി വരുമ്പോൾ അവന്റെ സ്റ്റെപ്പ് മുഴുവൻ, ഇറങ്ങി വരുന്ന സ്റ്റെയർ മുഴുവൻ തങ്കത്തിൽ പൊതിഞ്ഞതായിരുന്നു. താൻ കഴിക്കുന്ന പാത്രങ്ങൾ സ്വർണമായിരുന്നു. ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ക്ലോസറ്റ് വരെ സ്വർണമായിരുന്നു. എന്നാൽ ഒടുവിൽ നിത്യ അഹോവൃതിക്ക് വേണ്ടി ഓട്ടോറിക്ഷ ഡ്രൈവറായി ഓട്ടോ ഓടിക്കുന്ന നിലവാരത്തിലേക്ക് ഒന്നാമത്തെ സമ്പന്നനെ ദിവസങ്ങൾ കൊണ്ട് ദൈവം താഴ്ത്തി. ആമേൻ. ഒരു മനുഷ്യൻ തീഹാർ ജയിലിൽ കിടന്നുകൊണ്ട് വയറ് വിശന്ന് അങ്ങേ അറ്റമായപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു, സാർ അല്പം വെള്ളം എനിക്ക് തരണം. വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ ആ വെള്ളം കൊടുത്ത പോലീസിനോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ലോകമറിയപ്പെട്ടൊരു കമ്പനിയുണ്ട്, അത് ബ്രിട്ടാനിയ കമ്പനിയാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥനാണ് ഞാൻ. എന്റെ കമ്പനിയിൽ ഞാൻ ഇറക്കിയ ആ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഒരെണ്ണം എനിക്ക് തരുമോ കഴിക്കാൻ?
അതുപോലും കിട്ടിയില്ല. സ്വന്തം അപ്പന്റെ മരണത്തിന് കൊൽക്കട്ടയിൽ നിന്നും സ്വന്തം ഹെലികോപ്റ്റർ വിളിച്ച് സ്തോത്ര കൊല്ലത്ത് UP സ്കൂളിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങിയ ആ മനുഷ്യൻ തകർന്നടിഞ്ഞ് നാമാവിഷമായത് 1000 ദിവസം കൊണ്ടല്ല, ഒറ്റ ദിവസം കൊണ്ടാണ്. ദൈവമക്കളെ, എന്നേക്കാൾ കഴിവുള്ളവരല്ലേ, എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളല്ലേ ലോക സമ്പന്നർമാർ തകർന്നടിഞ്ഞ് ചീട്ടുകൊട്ടാരം പോലെ വീണതിന്റെ പിന്നിലെ രഹസ്യം എന്തെന്ന് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ കുത്തിയിരുന്ന് പഠിച്ചു. ഞാനത് പഠിച്ചതിന് ശേഷം എന്റെ വൈഫിനെ കാണിച്ചു കൊടുത്തു. കാണ ലോക ചരിത്രത്തിലെ കോടീശ്വരന്മാരുടെ തകർച്ച എല്ലാറ്റിന്റെ ഒടുവിൽ ഒരു ഉത്തരം കിട്ടി. പൊന്ന എന്താണെന്നറിയാമോ? ഇവരെല്ലാം സ്തോത്രം ഉയർച്ചയ്ക്ക് മുമ്പേ ഉന്നത പാപം നടിച്ചവരാണ്. കുറിച്ചു വെച്ചോ, നിന്റെ ഉള്ളത്തിലെ പാപം ദൈവം ഇടിക്കും കേട്ടോ. ഒരിക്കലോ വളരാൻ ആഗ്രഹിക്കുന്നവൻ അഹങ്കരിക്കരുത് കേട്ടോ. ആരുമാകട്ടെ, കഴിവുണ്ടാകാം, വിദ്യാഭ്യാസം ഉണ്ടാകാം, പഠിക്കാൻ കൃപയുണ്ടാകാം, പക്ഷെ അഹങ്കരിക്കരുത്. ദൈവത്തിൽ ആശയം വെക്കുക. സൗന്ദര്യം ദൈവം തന്നോ, തമ്പുരാന് നന്ദി പറ. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ച ഒരു ആന്റിയുടെ ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. തട്ടിന്റെ പുറത്ത് വെച്ച് വളരെ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള ഒരു സഹോദരി, 9 ആങ്ങളമാർക്ക് കൂടി ഒരേ ഒരു പെങ്ങൾ. തന്റെ ഭാഷ പറഞ്ഞ സിനിമാ നടികൾ പുറകെ പോകും. അതുപോലെ സൗന്ദര്യമുള്ള നല്ല കളറുള്ള ഒരു സഹോദരി. താൻ പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും ഫുൾ വസ്ത്രമിടിച്ച് എന്നെ നടത്തുകയുള്ളൂ. ശരീരം മുഴുവൻ രോമം നിറഞ്ഞിരിക്കുന്നു. ഭയങ്കര സൗന്ദര്യമാണ്. എന്റെ വീട്ടിനകത്തുനിന്ന് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കവലകൾ തുറുവൻ ചെറുപ്പക്കാരിരുന്നു കൊണ്ട് എന്നോട് ഇഷ്ടമാണെന്ന് പറയും. അവസാനം എന്റെ ആങ്ങളമാരാണ് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി കോളേജ് വിടുന്നത്. പക്ഷേ എന്റെ സൗന്ദര്യം എനിക്കൊരു ശാപമായി. എല്ലാ ദിവസം കണ്ണാടി നോക്കുമ്പോൾ അറിയാതെ പറയും, എന്റെ കൂടെ പഠിക്കുന്നവരെക്കാൾ ഞാൻ കൊള്ളാം, അവരെക്കാൾ കളറ്, അവരെക്കാൾ മിടുക്ക്. എല്ലാവരും കണ്ടാൽ സൂയപ്പെടുമാറൊരു വിവാഹം നടന്നു. കോടീശ്വരനുമായി വിവാഹം. അപ്പോഴും ഭാര്യയും കൊണ്ട് ഭർത്താവ് ഓരോ ഫംഗ്ഷന് പോകുമ്പോഴും ഭർത്താവ് പറയും, നിന്നെ അനേകർ കാണട്ടെ, നീ ആ ഡ്രസ് ഇട്ടാ മതി, നീ ആ കുപ്പായം ഇട്ടാ മതി, അതിട്ടാൽ നിന്നെ കാണാൻ ഭയങ്കര സൗന്ദര്യമാ. ഭർത്താവ് ഒരു പ്രദർശന വസ്തുവാക്കി എല്ലാവരുടെയും മുമ്പിൽ ഭാര്യയെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചുണ്ടിന്റെ ഈ ഭാഗത്ത് ഒരു ചെറിയ പാട് വന്നു. അതങ്ങ് സ്പ്രെഡായി, അടുത്തടുത്ത് വന്നു, അത് സ്പ്രെഡായി. ഈ ചുണ്ടിന്റെ ഭാഗം മുഴുവൻ വെളുക്കാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞപ്പോൾ മുഖം മുഴുവൻ വെള്ളപ്പാണ്ടായി, ശരീരം മുഴുവൻ നിറഞ്ഞു. ഭർത്താവ് ഇട്ടിട്ട് പോയി. താൻ ഇറങ്ങി വരുമ്പോൾ കാണാൻ കൊതിച്ചിരുന്ന ചെറുപ്പക്കാരിപ്പ ഇല്ല, എല്ലാം മാറി. ആത്മഹത്യ ചെയ്യാൻ 3 തവണ ശ്രമിച്ചു. സിന്ധുവിന്റെ അമ്മച്ചിയുടെ നമ്പർ കിട്ടി. അന്ന് തട്ടിന്റെ പൊക്കത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ അമ്മച്ചിയും ഞാനും കൂടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിം സഹോദരികൾ മൂടുപടമിട്ടതുപോലെ മൂടുപടമിട്ട് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയ ചരിത്രം മക്കളെ മറന്നിട്ടില്ല. പറഞ്ഞു, പാസ്റ്റേ എനിക്കിപ്പോ ഇത്ര വയസ്സുണ്ട്, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഇറങ്ങിയാൽ എല്ലാവരും എന്നെ മാത്രം നോക്കും, അതായിരുന്നു ഞാൻ. പക്ഷെ പിന്നീട് മനസ്സിലായത്, ഞാൻ എന്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു. പക്ഷെ എനിക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ ഭാഗ്യം ചെയ്തു. അന്ന് ഹൃദയത്തിൽ പതിഞ്ഞതാകട്ടോ. ദൈവം തന്നതുണ്ടോ? തമ്പുരാന് നന്ദി പറ, ശരിക്കും നന്ദി പറ, ഒരു നല്ല ഹല്ലേലൂയ പറ. മുഖത്തൊരു ആമേൻ ഒരു മാർക്ക് വന്നാൽ പോലും
പലതിന്റെയും സ്വസ്ഥതയും ഉറക്കം പോകാറില്ലേ? നിന്റെ മുഖത്തൊരു ഞൊണൽ വന്നാൽ പോലും നിന്റെ ഉറക്കം നഷ്ടപ്പെടത്തില്ലേ? ആവുന്ന സ്ഥാനത്ത് ആകെ കൂടി ഈ വിരലിങ്ങനെ പിടിക്കാവുന്ന ഈ മുഖം മുഴുവൻ വിളറി കരിഞ്ഞു വെളുത്തുപോയാൽ നിനക്ക് വെളിയിലിറങ്ങാൻ പറ്റുമോ? കൃപയാൽ 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 ജനിച്ച മുതൽ ഇന്ന് വരെ ആ മുഖത്തിന് ഭാവം വരുത്താത്ത ദൈവത്തിന് കരമടിച്ച് നന്ദി പറ. ദൈവത്തിന് സ്തോത്രം ചെയ്യോ. തന്ന ദൈവത്തിന് നന്ദി പറ. അത്ഭുത മന്ത്രി, വീരനാം ദൈവ, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ആമേൻ. ഒരു ഹല്ലേലൂയ ഉറക്കെ പറ ദൈവമക്കളെ. ലഭിക്കാത്തതിനെ ഓർത്ത് പുച്ഛിക്കല്ലേ. തന്നത് ഇന്നും നല്ലതുപോലെ ഇല്ലേ? ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. 10 മുടി നിലത്ത് വീടെങ്കിൽ നീ വിചാരിക്കുന്നുണ്ടോ ഓരോ തവണ ഊരിയപ്പോഴും ഊരിപ്പോയെന്ന്? അല്ല, വിശുദ്ധ ബൈബിൾ പറയുന്നു, തലയിലെ രോമങ്ങൾ മുഴുവൻ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? എണ്ണിയിരിക്കുന്നു. നോ, മലയാള വേദപുസ്തകത്തിൽ എണ്ണിയിരിക്കുന്നു എന്നാണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ എണ്ണി എന്നല്ല, ഓരോ മുടിക്കും അവൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ദൂത് മനസ്സിലായോ? ഇന്ന് രാവിലെ കുളിച്ച് മുടി വാരിയപ്പോൾ എത്ര എണ്ണം പോയെന്നറിയത്തില്ല. പക്ഷെ തമ്പുരാൻ സ്വർഗത്തിൽ എന്ന് പറഞ്ഞു, എന്റെ ദാസന്റെ തലയിൽ നിന്ന് 99ാമത്തെ മുടി നിലത്ത് വീണു, 100ാമത്തെ മുടി നിലത്ത് വീണു. അറിയുന്ന ദൈവമല്ലേ നിന്നെ സെലക്ട് ചെയ്തത്? അറിയുന്ന ദൈവമല്ലേ നിന്നെ തെരഞ്ഞെടുത്തത്? കരം തട്ടി ദൈവത്തിന് നന്ദി പറ. പുകഴാൻ ഒന്നുമില്ല, വലുത് പറയാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറ ദൈവമക്കളെ. ഞാൻ ഈ വാക്യം പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ മക്കളെ. ദൈവത്തിന് ഒരു കൂട്ടരോട് മാത്രമാണ് വിരോധം ഉണ്ടായിരുന്നെങ്കിൽ കോവിഡ് കേരളത്തിൽ മാത്രമേ വരാൻ പാടുള്ളായിരുന്നു. അല്ലേ? അല്ലേ? ലോകം മുഴുവൻ കോവിഡ് എന്ത് ചെയ്തു? പരന്നു. 2 വർഷം മുഴുവൻ മനുഷ്യനൊരു അഹങ്കാരമില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? എന്തൊരു താഴ്മയായിരുന്നു. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ആ ലോഡ് അവസാനിക്കുമ്പോ തേനി വീഴുമായിരുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. അങ്ങ് അതൊക്കെ മാറി, കോവിഡ് ഒക്കെ മാറി കഴിഞ്ഞപ്പോ ഇപ്പൊ പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ ചോദിക്കുന്നു, കുറച്ചുകൂടി എന്റെ കയ്യിലുണ്ട്, ഗുഹാനിലല്ല, കർത്താവിന്റെ കയ്യിൽ. നമ്മൾ പറഞ്ഞു ഗുഹാനി എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു ഗുഹാനും ഗിഹാനൊന്നും അല്ല, എൻ്റെ കയ്യിൽ കുറച്ചുകൂടി വൈറസ് ഇരിപ്പുണ്ട്. എറിയണോ? ഞാൻ എറിയണോ ലോകരാജ്യത്തിലേക്ക്? എറിഞ്ഞിട്ട് കൊടുക്കണോ? 2 വർഷം അടച്ചു പൂട്ടിയില്ലേ? ആർക്കും ഒരു വിരോധമില്ലായിരുന്നല്ലോ. ആർക്കും ഭംഗി കാണിക്കണ്ടായിരുന്നല്ലോ. ആർക്കും കല്യാണത്തിൽ പോകണ്ടായിരുന്നല്ലോ. ആർക്കും പരിപാടി പങ്കെടുക്കണ്ടായിരുന്നല്ലോ. വിളിച്ചാലും പോകത്തില്ലായിരുന്നല്ലോ. 20 വന്നില്ലേ? 4 പേര് വന്നില്ലേ? 50 വന്ന് നിന്നില്ലേ? കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പിന്നെയും വരാനെന്ന്. എന്നാ പറ്റി? എൻ്റെ മോൻ്റെ കല്യാണം നടത്താനാന്ന്. 20 പേരെ കൊണ്ട് കല്യാണം നടത്തി ചുരുങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഒരു സ്വതന്ത്രം എന്ന് പറഞ്ഞ് നമ്മൾ അറിയാത്ത പല കാര്യമാ. എന്തിനാ ദൈവം ഇതൊക്കെ വിട്ടേ? ഒന്ന് താഴ്ത്താനാ. ഒരു ഹല്ലേലൂയ പറ. ഒന്ന് താഴ്ത്താനാ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയും, 2 വർഷം താഴ്ന്ന് എല്ലാവരും നടന്നു. കോവിഡ് പോയപ്പോ പിന്നെ നികരാൻ തുടങ്ങി. ധാർഷ്ട്യത്തിന്റെ വാക്കുകളായി അല്ലേ? തിരിച്ചിങ്ങോട്ട് ചോദിച്ചാൽ അങ്ങോട്ട് താഴ്മയുടെ വാക്കുകളില്ലാതെയായി. നമ്മൾ എവിടേക്ക് എത്തിയതുപോലെയായി. നമ്മൾ എന്തൊക്കെയോ തികഞ്ഞതുപോലെയായി. പക്ഷേ ഈ പകൽ ആത്മാവെന്നോട് പറയുന്നു, നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് നീ മറക്കരുത്. മക്കളെ, നമ്മുടെ തെരഞ്ഞെടുപ്പ് മറക്കരുത്. നമ്മളെ സെലക്ട് ചെയ്തത് മറക്കരുത്. നമ്മളെ തെരഞ്ഞെടുത്തത്, നികൃഷ്ടമായത്, ബലഹീനമായത്, ഒന്നുമില്ലാത്തത്, ലോകത്തിൽ പോഷത്വമായതിന് ഹല്ലേലൂയ. ഒരാമേനെന്ന് പറഞ്ഞേ. ആമേൻ. അടുത്ത വാക്യം ഒന്നിട്ട്, അടുത്ത വാക്യം ഒന്നിട്ട്. യെരമ്യാ പ്രവചനം അല്ലേ? യെരമ്യാ 9:23 ആ മോനിട്ടു, മെൽബിനിട്ടു. ഒന്ന് വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വായിച്ചോ മോനെ, നോക്കി വായിച്ചോ.
അതല്ല, നേരത്തെ ഇവിടെ ഇട്ട് യഹോവ ഇപ്രകാരം യെരമ്യാ 9:23 ജ്ഞാനി തന്റെ ജ്ഞാനത്താൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പഴയ നിയമത്തിൽ ഇതൊക്കെ പ്രശംസിക്കുന്നവർ ഉണ്ടായെന്ന് കണ്ടപ്പോ തമ്പുരാൻ പറഞ്ഞു, ഇനി പുതിയ നിയമത്തിൽ ഇതുള്ളത് ആരും എനിക്ക് വേണ്ട. എനിക്ക് കുറച്ച് ഭാഷ പറഞ്ഞ കുറച്ച് ബോഷന്മാര് മതി, കുറച്ച് പൊട്ടന്മാര് മതി. ഒരു ഹല്ലേലൂയ പറ, ഒരു സ്വത്രം പറ. കർത്താവ് പറഞ്ഞു എനിക്ക് ബോഷന്മാര് മതി. ഇനിയെങ്കിലും സന്തോഷം ഉണ്ടോ? ഒരു ആമേൻ പറ, ഒരു ഹല്ലേലൂയ പറ. ഞാന് സ്തോത്രം ഒരു സന്തോഷ വാർത്ത പറയാട്ടോ. നിങ്ങൾ വേറെ ഒന്നും എടുക്കരുത്, ചിന്തിക്കരുത്. ഞാൻ സിഡ്നി എയർപോർട്ടിൽ ഇരിക്കുക. സിഡ്നി എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ സിഡ്നി കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ, കൊച്ചച്ഛൻ എറണാകുളത്തോട്ട് വരാൻ വേണ്ടി എന്നോടൊപ്പം എയർപോർട്ടിൽ ഇരിക്കുക. അപ്പം ഞങ്ങൾ പോയി പരിചയപ്പെട്ടു. എന്നോട് ചോദിച്ചു എവിടെ പോയിരുന്നു? ഞാൻ പറഞ്ഞു മീറ്റിങ്ങിന് വന്നോ. എവിടെ? സിഡ്നിയിൽ. എന്തായിരുന്നു? ഞാൻ പറഞ്ഞു കോൺഫറൻസ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു ഇന്ന് 4 സ്ഥലത്തുണ്ടായിരുന്നു. കോൺഫറൻസ് കഴിഞ്ഞ് ഇന്ന് ഞാൻ തിരിച്ചു പോവുക. എന്താ കോൺഫറൻസ് പ്രസംഗിച്ച്? ഞാൻ പറഞ്ഞു ക്ലാസ് എടുത്തു, ഫാമിലി കോൺഫറൻസ് ഉണ്ടായിരുന്നു, യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഏത് കോളേജിലാണ് പഠിച്ചത്? കൊച്ചിയിലല്ലേ? എറണാകുളത്ത് ഏത് കോളേജിലാണ് പഠിച്ചത്? മഹാരാജാസ് ആണോ? ഞാൻ പറഞ്ഞു അതേ സാണോ. കൊച്ചിയിൽ അഗ്നസ്. ഞാൻ പറഞ്ഞു അഗ്നസ്. അതെന്നാ? ഏത് കോളേജിലാണ് പഠിച്ചത്? സെമിനാരി പഠിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. കോളേജ് ഇല്ല. പിന്നെ ഇവിടെ എന്താ ക്ലാസ് എടുത്തേ? ഞാൻ പറഞ്ഞു ഇന്ന വിഷയ ക്ലാസ് എടുത്തേ. അങ്ങനെ അച്ഛനോട് ചോദിച്ചു പാസ്റ്റർ ക്ലാസ് എടുത്ത സബ്ജക്റ്റ് എന്നോടൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞു ഞാൻ ഐപാഡ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഐപാഡ് എടുത്ത് ഈ സബ്ജക്റ്റ് എല്ലാം ഇങ്ങനെ കാണിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഇതെങ്ങനെ ഉണ്ടാക്കുന്നു? അവസാനം അച്ഛൻ തുറന്ന് എന്നോട് ചോദിച്ചു ബ്രദറിന് വിരോധമില്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ? അച്ഛൻ എടുത്തോന്ന് പറഞ്ഞു. എൻ്റെ ഐപാഡിലെ കംപ്ലീറ്റ് മെസ്സേജ് എൻ്റെ ഓർമ്മ വെച്ച് ഒരു 105 മെസ്സേജ് അച്ഛൻ മാറ്റി അടിച്ചു. എന്നിട്ട് അവസാനം അടിച്ചു ഇത് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? അച്ഛൻ പ്രസംഗിക്ക. ഫാമിലി കോൺഫറൻസിന് ഞാൻ പ്രസംഗിച്ച മെസ്സേജ് ഇതിനകത്തുനിന്ന് ഫോട്ടോ എടുത്ത് അച്ഛൻ അവിടെ എന്തിച്ചിട്ട് പറയാ ഇതൊക്കെ എങ്ങനെ ധ്യാനിച്ചെടുക്കുന്നു, ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു? അന്ന് മനസ്സിലായി ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്ത് ബലഹീനമായതിനെ തെരഞ്ഞെടുക്കും. അതാണ് ദൈവത്തിന്റെ കൃപ. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ പകൽ ഇതിനകത്തിരിക്കുന്ന ആരും ക്ഷീണിച്ചു പോവരുത്, തളർന്നു പോവരുത്. ചിലതിനെ ബലഹീനമായതിനെ തെരഞ്ഞെടുത്തത് ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയാ. ഒരു ഹല്ലേലൂയ പറ. ഞാൻ ഇത് പ്രസംഗിച്ച് തീർക്കുന്നതിന് മുമ്പ് നിങ്ങൾ തുള്ളിച്ചാടി ആരാധിക്കും. എന്നാന്നറിയോ? ഈ ലോകത്ത് നിക്ഷേപമായി, ഈ ലോകത്ത് ഏറ്റവും മാന്യമായി, ഈ ലോകത്ത് ഏറ്റവും വിലയേറിയതായി കണ്ടത് ആരെയാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയുമാ. നിങ്ങൾ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് ദൈവത്തിന് മറ്റൊന്നുള്ളൂ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ശബനരഗദലര അത്യുന ബലഗടഗ ജഗന ധികാരഗാരഗസി അത്യുന പ്രൗഢബൽ ഘടകക്ഷലാദല. ഹല്ലേലൂയ. യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിങ്ങൾ ഭൂമിയുടെ എന്താ? ഉപ്പാകുന്നു. മക്കളെ, ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാത്തോണ്ട് പറയാ കേട്ടോ. ഇപ്പോഴാ മക്കളെ ഈ ഫ്രീസറും ഈ സാധനമൊക്കെ വന്നേ, ഫ്രീസറും ഫ്രിഡ്ജും ഒക്കെ വന്നേ. പക്ഷെ പണ്ടൊന്നും ഇത് എന്തില്ലായിരുന്നു, ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ കിട്ടും, കൊട്ടക്കണക്ക് മീൻ കിട്ടും. ഇതൊന്നും കൊണ്ടുവന്ന് വെക്കാൻ എന്തില്ല, ഫ്രിഡ്ജില്ല. അപ്പൊ ഫ്രിഡ്ജില്ലാത്ത കാലത്ത് മീന് കേടാതിരിക്കാൻ ഞങ്ങളുടെ അമ്മമാരെന്ത് ചെയ്യും? പറ. ഉണക്ക് വന്ന ഉപ്പിട്ട് വന്ന ഉപ്പിട്ട് വെക്കും, ഉപ്പിട്ട് ഉണക്കും, ഉപ്പിട്ട് വെക്കും. എത്ര നാൾ കഴിഞ്ഞാലും പോകത്തില്ല. ഒരു അല്ലെന്ന് പറഞ്ഞ് 1995 ഫോട്ടോ വെച്ച് കടപ്പുറത്തിട്ട് ഉണക്കിയ ആ ചാള ഇപ്പൊ പോയാലും വണ്ടിപ്പെരിയാർ പോയാൽ കിട്ടും. ഒരു സ്വതന്ത്രം പറഞ്ഞ്
ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ല. എന്താ കാര്യം? ഫ്രിഡ്ജില്ല, വാഷിംഗ് ഇതൊന്നുമില്ല. പക്ഷെ ഇന്നത് എങ്ങനെയാ? പറയുന്നു ഉപ്പിട്ട. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ, ഇത് കേടുവരാതിരിക്കുന്ന കാര്യം നിങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒരു സ്വത്രം പറ. കുറെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, കുറെ ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാ. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവകൃപയുള്ള കുറെ ഉപ്പ് ഈ ലോകത്തുള്ളത് കൊണ്ട് ഈ ലോകത്തിന് കേടുവരാത്തത്. ഹല്ലേലൂയ. സ്വോത്രം, 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 സ്വോത്രം. ധൈര്യമായിട്ട് പറ ദൈവമക്കളെ, ഞങ്ങൾ ഉള്ളത് കൊണ്ടാ ഈ പോട്ട് വെച്ച് നിലനിൽക്കുന്നത്. ഒരു സ്വോത്രം പറ. ഞങ്ങൾ ഉള്ളത് കൊണ്ടാ ഭാരതം നിലനിൽക്കുന്നത്, ഞങ്ങൾ ഉള്ളത് കൊണ്ടാ ഈ പട്ടണം നിലനിൽക്കുന്നത്. ഓമൻ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് കേട്ടോ. ദൈവജനം തിരിച്ചറിയണം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന് വെളിച്ചമാണ്, പക്ഷെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. സ്വോത്രം. ഞാൻ രണ്ട് കാര്യങ്ങൾ അതിനകത്തൊന്ന് സമർത്ഥിച്ചു പറയുന്നു. നമ്മുടെ തമ്പുരാൻ ലോകത്തിന് വെളിച്ചമായും നാം ലോകത്തിന് ഉപ്പായി നിൽക്കുന്നിടത്തോളം ഇത് നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ഈ ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയുക. നിങ്ങൾ ആരുമല്ലെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ഒന്നുമില്ല എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ തെരഞ്ഞെടുത്തത് ചിലതിനെ ലജ്ജിപ്പിക്കാനാണ്, നിങ്ങളെ തെരഞ്ഞെടുത്തത് ചിലതിന് ഇല്ലായ്മ ചെയ്യാനാണ്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് ഉള്ളതിനെ തകർത്ത് കളയാനാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഓക്കേ, വായിച്ചോ, വായിച്ചോ, താഴത്തോട്ട് വായിച്ചോ മോനെ. കൊരിന്ത്യർ ലേഖനം. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. അപ്പൊ ദൈവം നമ്മളെ കണ്ട എങ്ങനെയുള്ളവനെ കണ്ടേ? പറ. ഏതുമില്ലാത്തത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഏതുമില്ലാത്തത്. അടുത്ത വാക്യം. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനു തന്നെ. എന്തിനാ മക്കളെ നമ്മളെ തെരഞ്ഞെടുത്തേ? ഒരിക്കലും ദൈവസന്നിധി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രശംസിക്കാൻ പാടില്ല. ഓ, സ്തോത്രം പറ. ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ചർച്ച ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഏത് പദവി ദൈവം നമുക്ക് തന്നാലും നമ്മൾ എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. അതാരുമാകട്ടെ, എന്തുമാകട്ടെ, നമ്മൾ ഒരിക്കലും പ്രശംസിക്കരുത്. കഴിഞ്ഞ വ്യാഴാഴ്ച പറഞ്ഞൊരു കാര്യമാണ്, ഈ മോശയെ ഈ പദവിയിലേക്ക് കൊണ്ടുവരാൻ കാര്യം പെങ്ങളാ, അല്ലേ? ശരിയല്ലേ? മിരിയാം എടുത്ത് കവർ ചെയ്ത് ഞങ്ങളുടെ പെട്ടകത്തിനകത്ത് ഒഴുക്കിയത് കൊണ്ടല്ലേ 35 ലക്ഷം ജനത്തെ നടത്തുന്ന നേതാവായി മോശ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു കൂശ്യ സ്ത്രീ നിമിത്തം, മനസ്സിലായി? വേണേശ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഒരു കറുത്ത ഒരു പെൺകുട്ടി അവന്റെ ജീവിതത്തിലോട്ട് വന്നപ്പോ ഈ മിരിയാമിന് ഒരല്പം പ്രശ്നമായി. ഒരല്ലിൽ എന്ന് പറഞ്ഞേ. അപ്പോൾ ഈ കറുപ്പിന്റെ വിഷയം ഇന്ന് തുടങ്ങിയതല്ല, പിന്നെ ഉണ്ട്. കറുപ്പിനോടൊരു പോരാട്ടമുണ്ട്. ഒരു സ്തോത്രം. നമ്മുടെ അകത്ത് ഇല്ലാത്തതിനായി സ്തോത്രം. വെളുത്തവർക്കില്ലാത്ത ചില കഴിവുകൾ ദൈവം കറുത്തവർക്ക് തന്നിട്ടുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞേ. ഒരു ആമേൻ പറ. അപ്പോ ഈ മിരിയാമിന് ഒരു ചെറിയ പ്രശ്നം. ഈ ആങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന പെങ്കൊച്ചെന്ന പറ, കറുത്തതാ. ഈ കറുത്തത് പുള്ളിക്കാർത്തിക്ക് അങ്ങ് ഇഷ്ടമല്ല. അല്പമായിട്ട് ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. മോശയ്ക്കെതിരെ കറുത്തതിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന നിമിത്തം ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. ഉടനെ ദൈവം പറഞ്ഞു 3 പേരും വെളി വരാൻ പറഞ്ഞു. 3 പേരെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, ഒരപ്പൻ തന്റെ മകളുടെ മുഖത്ത് തുപ്പിയാൽ അവൾ പാളയത്തിന് വെളിയിൽ കിടക്കണ്ടേ, അതുപോലെ ഞാൻ അവളുടെ മുഖത്ത് തുപ്പിയിരിക്കുന്നു, അവള് വെളുക്കാൻ പോയാന്ന് പറഞ്ഞു. അവൾക്ക് വിഷയം കറുപ്പല്ലേ, എന്നാ ഒരു കാര്യം ചെയ്തേക്കാം, അവളെ അങ്ങ് വെളുപ്പിച്ചേക്കാന്ന് കരുതി. ഒരു 1.5 വെളുപ്പിക്കലായി പോയി. ഹിമം പോലെ വെളുത്തെന്ന ഒരു സ്വത്രം പറഞ്ഞേ. തല മുതൽ പാദം വരെ വല്ലാണ്ട് അങ്ങ് വെളുത്തുപോയി. കുഷ്ഠരോഗം വന്ന് സ്കിന്ന് മുഴുവൻ കൊച്ചുപിള്ളേരുടെ സ്കിന്ന് പോലെ
അങ്ങ് വെളുപ്പിച്ചു, പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ഇട്ടു. ഇത് എന്റെ ധനമാഹാത്മ്യത്താൽ ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബേലല്ലയോ എന്ന് ചോദിച്ചപ്പോ തന്നെ ദൈവം തന്നെ അടിച്ചു. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, മക്കളെ, താഴ്മയോട് പാസ്റ്റർ പറയട്ടെ, താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഒരിക്കലും പോകരുത്. നിങ്ങൾ താഴ്മയോടെ നിന്നോ, പടി പടി ദൈവം നിന്നെ ഉയർത്തും. പടി പടി ദൈവം നിന്നെ ഉയർത്തും. ഇത് ആരോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാ. കുഞ്ഞുങ്ങളെ, താഴ്മയോടെ നിന്നോ, വിനയത്തോടെ നിന്നോ, അഹങ്കരിക്കാതെ നിന്നോ. ദൈവം തന്ന കഴിവിൽ, ദൈവം തന്ന മിടുക്കിൽ, ദൈവം ചെയ്ത എല്ലാത്തിലും താഴ്മയോടെ നിന്നോ. നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു, അവൻ തന്നെത്താൻ, എല്ലാവരും പറഞ്ഞേ, തന്നെത്താൻ താഴ്ത്തി. അടുത്തിരിക്കുന്ന ആളോട് പറ, നമ്മൾ സ്വയം താഴ്ന്നാൽ ആരും നമ്മെ താഴ്ത്തുകയില്ല. ഒന്ന് പറ, അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്ത് പറ, നാം തന്നെ താന്നാൽ. സോദരം, സോദരം, അമ്മമാരെ, നിങ്ങളുടെയൊക്കെ വാക്കുകളിലും നിങ്ങളുടെയൊക്കെ സംസാരത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു താഴ്മയുള്ള വാക്കുകൾ പറയാൻ അവരെ പഠിപ്പിക്കണം. നമ്മുടെ അപ്പച്ചന്മാരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കില്ലാഞ്ഞൊരു ക്വാളിറ്റി അവർക്കുണ്ട്. ഒന്നെണ്ണം പറയാം. അപ്പച്ചൻ വാതിക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ല അമ്മമാർ പറയുമായിരുന്നു, ഡേ അപ്പച്ചൻ അവിടെ ഇരിക്കുന്നു, അടുക്കളയിൽ കൂടി പോയി. ഇപ്പോഴോ അപ്പനവിടെ ഇരിക്കുക. ഇത് കണ്ട അമ്മ പറയുവോ? ഇത് കണ്ടാൽ അമ്മ പറയുവോ? പറയുവോ? ഇനി അമ്മ പറഞ്ഞാലോട്ട് അനുസരിക്കുവോ വീട്ടുകൾ? അതായിരുന്നു. അമ്മ പറയും, മാറിപ്പോടി, മാറിപ്പോ, മാറിപ്പോകുമായിരുന്നു. ഇനി വീട്ടിൽ അപ്പന്റെ പെങ്ങളോ അമ്മാമ്മയോ അപ്പൂപ്പനോ ആരെങ്കിലും വന്നാൽ, ഡേ അപ്പാപ്പ വന്നിട്ടുണ്ട്, ശ്രുതി കൊടുക്കടി. ഇതൊക്കെ വല്ലതും കേട്ടിട്ടുണ്ടോ? ആര് കേൾക്കാൻ അല്ലേ? എന്നൊക്കെയാ ദൈവം എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ശ്രുതി കൊടുക്കടി. ഇപ്പോഴത്തെ പറഞ്ഞ അപ്പാപ്പന്റെ ചുണ്ടു കുത്തി പൊട്ടിച്ചോളെ. ശ്രുതി കൊടുക്കാൻ പറ്റിയ പരുവത്തിലാ വളരുന്നേ. കൊടുക്കോ? അപ്പുറത്തെ യേശു കൊടുക്കുന്നത്, പിന്നെ ഞാൻ കൊടുക്കുന്ന, എന്റെ കൂട്ടുകാർ കൊടുക്കത്തില്ല, പിന്നെ ഞാൻ കൊടുക്കുന്ന. ആർക്കാ ശ്രുതി കൊടുത്ത് പരിചയമുള്ളത്? ഇപ്പോഴത്തെ തലമുറക്ക് കാരണന്മാർക്ക് ശ്രുതി കൊടുത്ത് പരിചയമുണ്ടോ? ഇതാ 10 മക്കളിൽ 10ാമത്തവനായി എന്റെ കൂടാരത്ത് എന്റെ വീട്ടിൽ ജീവിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെ കുറെ അറിവുകൾ ദൈവം കിട്ടി തന്നു. അകത്തോട്ട് കയറുമ്പോൾ ഡാ അമ്മുമ്മ വന്നത് കണ്ടോ? ഇല്ല, എവിടെയുണ്ട്? ദൈവം ആദ്യം കയറിപ്പുണ്ട്. ചെന്ന്, അമ്മുമ്മ എപ്പോ വന്നു? ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അപ്പൊ അമ്മുമ്മയുടെ കാലേ ഇരുന്നു, കെട്ടിപ്പിടിച്ചു. മക്കളെ എവിടെ പോയി ചേടാ? അമ്മ ഞാൻ ഇന്നെടുത്ത് പോയിരുന്നു. മക്കൾ വല്ലതും കഴിച്ചോ? ആ മടിത്തുറുപ്പിന്റെ അടുവിൽ എന്നും നാരങ്ങ മിഠായി കൊണ്ടുവരും അമ്മുമ്മ. എന്നിട്ട് ആ നാരങ്ങ മിഠായി തരും. ഇന്നത്തെ ബർഗറിന് കിട്ടത്തില്ല ടേസ്റ്റ്. 2 ഉണ്ടായതുകൊണ്ട് മനസ്സിലായില്ല. 10 ഉള്ളതിന്റെ വീട്ടിൽ വളരണമായിരുന്നു. അമ്മച്ചിമാരിവിടെ ഇല്ലേ? മെരിയാൻ്റെ ഇങ്ങനെയല്ലേ വളർന്നത് നമ്മളൊക്കെ, അല്ലേ? ആ, ഒരു വിരുന്നുകാരൻ വീട്ടിൽ വന്നാൽ ചായ കൊടുക്കുമ്പോൾ മകളോട് പറയും, മക്കളോട് പറയുക, മക്കളെ ആ ട്രേ എടുത്തേ. ട്രേ ഒന്നും ഇല്ല, ചോറ് തിന്നുന്ന അട്ടം പാത്രമാ, അലോമിനിയം പാത്രം. പാത്രം എടുത്തേ. പാത്രം എടുത്തു. ആ ഗ്ലാസ് എടുത്ത് വെച്ച് ഗ്ലാസ് വെക്ക്. ഇനി ആ പാവാട കുത്തി വെച്ച് അഴിച്ചിട്ടി. പാവാട കുത്തി അഴിച്ചിട്ടു കൊണ്ടൊക്കെ കൊടുക്കടി. അപ്പൊ ഒരു കൈ ഉണ്ടല്ല, 2 കൈ ഉണ്ട്. ഇപ്പൊ ചായം കൊണ്ട് വരുന്നതോ മുഖത്തൊട്ട് നോക്കിയാ കുടിക്കാൻ തോന്നുന്നു.
ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ ചായ തന്നാൽ അതുപോലെ മൂത്തിരിക്കും. സത്യമായിട്ടും ചായ തരില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് പഠിക്കണം. ഇത് പഠിപ്പിക്കണ്ടേ ആൽപ്പെട്ടങ്ങളെ? ഇത് പഠിപ്പിക്കണ്ടേ? ഇത് പഠിക്കാതെ പിന്നെ ആര് പഠിപ്പിക്കും? ഇവിടെ ഇരിക്കുന്ന ഈ അപ്പച്ചന്മാരും ഈ ദൈവദാസന്മാരെല്ലാം അങ്ങനെ പഠനം കിട്ടിയവരാ. ഞങ്ങൾ യൂണിവേഴ്സിറ്റി പോയിട്ടില്ല, ഞങ്ങൾ ഒരു കോളേജും കയറിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കറിയാം മൂത്തവരെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാന്ന്. ഞങ്ങൾക്കറിയാം അവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന്. ഞങ്ങൾക്കറിയാം അവർക്ക് എങ്ങനെ കൊടുക്കണമെന്ന്. ഞങ്ങൾക്കറിയാം അവർക്ക് എങ്ങനെ ചെയ്യണമെന്ന്. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. ഒരു കിലോ പിലോപ്പി മേടിച്ചാൽ, ഒരു കിലോ പിലോപ്പി മേടിച്ചാൽ അതിന്റെ നാട്ടും നോർക്ക് അപ്പന് വാർത്ത ആദ്യം മാറ്റി വെക്കുമായിരുന്നു. ഇപ്പോഴോ പിലോപ്പിയുടെ ആ തല കണ്ടിട്ടില്ല, ആ തല ഒരെണ്ണം. ഇപ്പൊ നമ്മൾ ഏതാണ്ട് കാഴ്ച ബംഗ്ലാവി ഇരിക്കുന്ന പോലെയാ. ഇതിന്റെ ബാക്കിയൊക്കെ എന്ത്? അത് അവധി കഴിച്ചു. ആര്? അവധി കഴിച്ചു. ഒരാൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് കുറേ നാളായിട്ട് ഭയങ്കര ക്ഷീണമാണല്ലോ, എന്ത് ചെയ്യാൻ? നൂഡിൽസ് അല്ലേ തിന്നുന്നത്? കുറെ ദിവസമായിട്ട് പാസ്റ്റർ ഇപ്പൊ ഒരു വളവുണ്ടല്ലോ എന്ന്. എങ്ങനെ വളയാതിരിക്കും? നൂഡിൽസ് കഴിച്ചിട്ടല്ലേ നിൽക്കുന്നേ? വളയില്ലേ? നീ അതാ കഴിക്കുന്നേ? അങ്ങനെ ആയിരുന്നില്ലേ ചേച്ചി? അപ്പന് കൊടുക്കുന്ന നടുവ് നുറുക്ക്. അനേക രസം എന്നാന്നറിയോ? ഈ അപ്പന്മാർ, അന്നത്തെ അപ്പന്മാർ, ഇന്നത്തെ അപ്പം, ഈ അപ്പന്മാർ ഈ നടുവ് നുറുക്കും എല്ലാം കഴിച്ചാലേ ഒരു പുറമേ കഴിക്കൂ, ഒരു പുറമേ കഴിക്കൂ. എന്നിട്ട് ഈ ആരും അറിയാതെ ഈ അപ്പനൊരു പരിപാടിയുണ്ട്. ഈ ഒരു നുറുക്ക് കഴിച്ചിട്ട് ഈ പാത്രം അങ്ങ് അമ്മയുടെ നേരെ എന്ത് ചെയ്യും? ചില കാടമാര മക്കളുണ്ട്, അതുകൂടി മേടിച്ച് വിട്ടിക്കളി. ശരിയല്ലേ തോമസ് ഞാൻ പറഞ്ഞേ? നമ്മുടെ അപ്പച്ചന്മാർ ചെയ്യുന്ന അതൊക്കെ ഞാൻ എത്ര തവണ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? ഈ നടുവ് നുറുക്ക് കഴിച്ചിട്ട് ഒരു പുറം കഴിച്ചിട്ട് ബാക്കി കഴിക്കത്തില്ല. ആ ചോറ് അപ്പനിങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് ആ ചോറ് തിന്നതിൻ്റെ, പണ്ടത്തെ അപ്പച്ചന്മാർ ആ ചോറ് ഇന്നൊരു ഭാഗം മാറ്റിയിട്ട് അതിനകത്ത് ആ കറി പ്ലേറ്റ് വെച്ചിട്ട് അമ്മയുടെ തൊട്ട് നീട്ടി വെക്കും. അപ്പം അമ്മ അപ്പൻ്റെ മുഖത്ത് വെക്കും. അപ്പം അമ്മ ചോദിക്കും, കഴിക്കാറുന്നില്ലേ? ആ മതി, വേറൊന്നില്ല, ആ മതി. അമ്മയെടുത്ത് അതങ്ങ് കഴിക്കും. എന്തൊരു രസമാ! ആ കഴിക്കുന്നതിന്റെ നടുവിൽ ലോകത്തിന് തരുന്നൊരു മെസ്സേജ് ഉണ്ട്. എന്നാന്നറിയോ? ഞങ്ങൾ ഒന്നല്ല, ഞങ്ങൾ രണ്ടാണ്. ആണോ? ആ, പക്ഷേ ഇപ്പൊ അങ്ങനെയാ നടക്കുന്നത്. സഹോദരിമാരെ, ഞങ്ങൾ എല്ലാവരും കൂടി കണ്ണടക്കാൻ പോവുകയാണ്. സത്യസന്ധമായിട്ട് കഴിക്കുക. ഭർത്താവ് കഴിക്കുന്നതിന് ബാക്കി കഴിക്കാൻ തൻ്റെ ഇടമുള്ള എത്ര ഭാര്യമാരുണ്ട്? കണ്ണടച്ചു, ഒരു കൈവയ്ക്കല്ലോ. അന്ന് അവള് കഴിക്കല്ലേ എന്ന് കരുതി എല്ലാം കൂടി വെച്ച് കുറിച്ച് കൊടുക്കലുണ്ട്. മാന്യം മര്യാദക്ക് കൊടുക്കണം, കഴിക്കാൻ പറ്റും. പണ്ടത്തെ അപ്പച്ചന്മാർ കൊടുക്കുമ്പോൾ അതിനൊരു ആ കൊടുക്കുന്നൊരു സ്റ്റൈലുണ്ടായിരുന്നു. മട കെട്ടിയതുപോലെയാണ് ചോറ് ബാക്കി വെക്കുന്നത്, മട കെട്ടിയതുപോലെ. ആ മീൻകറി വെച്ചാലും അതിനെന്താ ഉണ്ടായിരുന്നു? ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. ചിലതൊക്കെ ചോറ് ഇന്ന് പാത്രം കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ആ കോഴിക്കൂട്ടിൽ നിന്ന് മറ്റേ സാധനം വന്ന് കിടക്കുന്ന പോലെ. അങ്ങനെയൊന്നുമല്ല, മാന്യം മര്യാദക്ക് കൊടുക്കണം. ഒരു സ്വോത്രം പറഞ്ഞേ. ആ, നമ്മളെവിടെ നിന്നാ വന്നേ? ഒരു ജഡവും എന്ത് ചെയ്യരുത്? പ്രശംസിക്കരുത്. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറ. സ്തോത്രം, 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 സ്തോത്രം. ഇത് ഞായറാഴ്ചയാണല്ലേ? ആഴ്ചവട്ടത്തിന് 1-ാം ദിവസമോ? നമുക്ക് ചിലത് പഠിക്കണം, ചിലത് മനസ്സിലാക്കണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് എവിടെ നിന്നാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, അവൻ തന്നെത്താൻ മകളെ തന്നെത്താൻ താഴ്ന്നാൽ ആരും നിന്നെ എന്ത് ചെയ്യത്തില്ല. ആരെന്താ? നമ്മളങ്ങ് സ്വയം താന്നാ മതി, സ്വയം അങ്ങ് താന്നാ മതി, സ്വയം അങ്ങ് താന്നാ മതി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ.
ആ വാക്യം ഇതാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്തും ചെയ്തോ, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒടുവിൽ നിങ്ങൾ ഇങ്ങനെ പറയണം, എന്റെ ദൈവമേ, ഞാൻ അപ്രയോജനഭൃത്യൻ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, നിന്നത് അങ്ങയുടെ കൃപയാലത്രേ. ഞാനൊന്നും പണിതതല്ല കർത്താവേ, അങ്ങ് തന്നു, ഞാൻ പണിതു. ഒരു സ്വത്രം പറ. നമ്മൾ ചെയ്തതല്ല, ദൈവം നമ്മെ ചെയ്യിപ്പിച്ചതല്ലേ, ദൈവം നിർത്തിയതല്ലേ. കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ പറ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ ശ്രദ്ധിക്കട്ടെ. ആമേൻ. ഞാന് ഇവിടുന്ന് വീഴുന്ന പോലെ അല്ല മക്കളെ 10 നിലയുടെ പൊക്കത്തുനിന്ന് വീഴുന്നത്. മനസ്സിലായല്ലേ? ഇവിടുന്ന് വീണാൽ ഒരു ഉളുക്കും തട്ടുമേ കിട്ടും. പക്ഷേ ഒരു 3-ാം നിലയുടെ ഉയരത്തിൽ നിന്ന് വീണാൽ എൻ്റെ പൊടി പോലും കാണത്തില്ല. ഉയർച്ച കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും. മനസ്സിലായോ? ദൈവം നമ്മളെ എത്ര ഉയർത്താമോ അവിടെ നിന്ന് വീഴുമ്പോൾ ആ വീഴ്ച വലുതായിരിക്കും. അതുകൊണ്ട് ഒരു ചട്ടവും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യരുത്, പ്രശംസിക്കരുത്. ഒന്നാ കരമൊന്ന് ഉയർത്തി പറ, ഹാടിയനിതാ ദേവാ, ഹാടിയനിതാ ഹാടിയനിതാ ഹാടി ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലം. യേശുപ്പാ, ആത്മാർത്ഥമായി ഒന്ന് പറ, ഹാണിയനിതാ ദേവാ, ഹാണിയനിതാ യേശുവേ, ഞാൻ അത്രയും ഭാഗം വിട്ട് ഇനിയുള്ള ഒരു 8 മിനിറ്റ് കൂടിയുണ്ട്. അതിനകത്ത് എന്തിന് തെരഞ്ഞെടുത്തു, എങ്ങനെയുള്ളവരെ തെരഞ്ഞെടുത്തു എന്ന് ചുരുക്കി ഞാൻ പറഞ്ഞു. എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? വായിച്ചേ 2:9. ഇതൊന്നും എല്ലാവരും പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും അതല്ല മോനെ, അതല്ല, നമ്മൾ കുറിവാക്യം 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. എന്തിനു വേണ്ടിയാ തിരഞ്ഞെടുത്തേ? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കും. ഞാനിവിടെ നിർത്തും കേട്ടോ. എന്തിനാ തിരഞ്ഞെടുത്തേ? വിളിച്ചവന്റെ. പ്ലീസ്, ഇനി ഒരു സീരിയസ് ആയിട്ട്, ഞാൻ ഇത്ര നേരം തമാശയൊക്കെ പറഞ്ഞു നിങ്ങളുടെ അകത്തോട്ട് കയറാൻ, ഇനി സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ പോവുക. എന്തിനാ നമ്മളെ തിരഞ്ഞെടുത്തേ? അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. ഇത്രയും സൽഗുണമുള്ള ഒരു ദൈവത്തെ വേറെ കാണിച്ചു തരാമോ? കാണിച്ചു തരാമോ? എന്തെങ്കിലും ഒരു ഗുണമല്ലാത്തത് ഈ ദൈവത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. 10 വർഷമായി, 20 വർഷമായി, 30 വർഷമായി, ഇത്രയും വർഷമായിട്ടും ഈ ദൈവത്തെ പോലെ
ആമേൻ. സൽഗുണപൂർണനായ ഒരു ദൈവം ഉലകത്തിൽ വേറെ ഇല്ലെന്ന് മനസ്സിലാക്കിയ എത്ര ദൈവമക്കളുണ്ട്? ഒരു കുറവ് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചതാ. എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിന്റെ മഹത്വം അപ്പോസ്തലനായ പൗലോസ് 1-ാം അധ്യായം തൊട്ട് വിവരിക്കുന്നു. 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠൻ. 2-ാം അധ്യായത്തിൽ ആമേൻ യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ. 3-ാം അധ്യായത്തിൽ പുരോഹിതന്മാരേക്കാൾ ശ്രേഷ്ഠൻ, ആലയത്തേക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, ആലയത്തിലെ കൃപാസനത്തേക്കാൾ ശ്രേഷ്ഠൻ. ഇതെല്ലാം നിരത്തിയിട്ട് പൗലോസ് പറയുന്നു, ഇനി അടുത്തത് കേൾക്കണ്ടേ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. മക്കളെ ഒന്നിട്ടേ മോനെ ആ വാക്യം. 4-ാം അധ്യായമല്ലേ എബ്രായ ലേഖനം? ഒന്നെടുത്തിട്ട് ഇവരൊന്ന് കാണട്ടെ. എത്ര അധികം കേറി വന്നുകൊണ്ടെന്ന് പറഞ്ഞതാ. കിട്ടിയോ? 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇട്ടേ മോനെ ഇട്ടേ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അടുത്തത്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും. ആമേൻ. അടുത്തൊരു വാക്യം കൂടി ഉണ്ട് മോനെ. ആമേൻ. പവിത്രൻ, നിർമ്മലൻ. 7-ാം അധ്യായം 26 അല്ലേ? ഇട്ടേ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക്. അതാണ് കുറിക്കേണ്ടത്. നമ്മുടെ യേശുവിനെ കുറിച്ചുള്ള സൽഗുണങ്ങൾ ഘോഷിപ്പാൻ അവനെ കുറിച്ച് പറയുന്ന വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. എങ്ങനെയുള്ള മഹാപുരോഹിതൻ? നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന, നാം വിളിച്ചു പറയുന്ന നമ്മുടെ അരുമനാഥൻ, നമ്മുടെ ആരാധന പുരുഷനായ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ മശിഹാ തമ്പുരാൻ എങ്ങനെയുള്ളവർ? നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു മഹാപുരോഹിതൻ. ആര്? പവിത്രൻ, നിർദോഷൻ. പവിത്രൻ. ഞങ്ങളുടെ അവിടെ ഒരു പവിത്രൻ ഉണ്ടായിരുന്നു. ഇത്രയും നിർദോഷം പിടിച്ചൊരു പവിത്രൻ അല്ലേ ജോളപ്പ? നമ്മുടെ ഒരു പവിത്രൻ ഉണ്ടായിരുന്നു. എപ്പോ നോക്കിയാലും കട്ടനായും കാജാവീടിയും ചുണ്ടെന്ന് കളയാത്തൊരു പവിത്രൻ. പേര് പവിത്രൻ. കമലാക്ഷി ഉണ്ടായിരുന്നു. എൻ്റെ അർത്ഥം കേട്ടാൽ നമ്മൾ ഞെട്ടും, പക്ഷെ കണ്ടാൽ നമ്മൾ ഞെട്ടും. സ്വത്രം. നമ്മളൊക്കെ പേരിടുന്ന പല അങ്ങനെയാ. പക്ഷെ അങ്ങനെ ഒത്തിരി പവിത്രന്മാരുണ്ട്. ഞങ്ങളുടെ നേതാവ് പവിത്രൻ. അടുത്ത് നോക്കണം. പക്ഷെ എന്റെ തമ്പുരാൻ അങ്ങനെയല്ല. 7 ഭൂതം പിടിച്ചവർ പോലും പാദപീഠത്തിൽ വന്നിരുന്നു. 33 തിരുവയസ്സുള്ള യൗവനം തുളുമ്പുന്ന ആ മനുഷ്യന് മുമ്പ് സ്തംഭിച്ചു നിന്നു. ഇപ്പോഴുള്ളവളോ നിന്റെ ഭർത്താവല്ല. ശമരിയക്കാരി സ്ത്രീ കൂടം വെച്ചിട്ട് ചെന്നിട്ട് പറയുന്നു, ഞാൻ ഒരുവനെ കണ്ടു, അവൻ മസിഹ. കഴുകൻ കണ്ണുകൾ കൊണ്ട് കീറിപ്പറിക്കാൻ, കൊത്തിപ്പറിക്കാൻ എന്റെ ചുറ്റും കൂടിയ ആയിരക്കണക്കിന് യൗവനക്കാരെ പോലെ അല്ല ഈ 33 തിരുവയസ്സുള്ള ചെറുപ്പക്കാരൻ. ഇവനാണ് പവിത്രൻ. വെള്ളം കൊണ്ടുപോ, താളത്തിൽ വെള്ളം കൊണ്ടുപോ. വെള്ളം കൊണ്ടുവന്ന് കൈ കഴുകി അന്നത്തെ പീലാത്തോസ് ഗവർണർ പറയുന്നു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, അവനാ പവിത്രൻ. 20 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത് അരുമശിഷ്യൻ യൂദാ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഞാൻ കാട്ടിക്കൊടുത്തത്. ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത ശതാധിപൻ പറഞ്ഞു, വാസ്തവത്തിൽ ഇവൻ ദൈവപുത്രൻ. വീണ് കിടക്കുന്ന ശൗലിനെ നോക്കി കർത്താവ് ചോദിച്ചു, ശൗലേ
ശൗലേ, നീ ആരോടാ ഉതിർക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ഒരു കുറ്റം കാണിച്ചു കൊടുക്കാൻ യേശു പരസ്യമായി നിന്ന് ചോദിച്ചില്ലേ, ആർ എന്റെ പാപത്തെ കുറിച്ച് പറമക്കളെ ബോധം വരുത്തും? ആരെന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തും? എന്നിട്ട് ജനത്തിന്റെ മുമ്പിൽ ചോദിച്ചിട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞ് ലൂസിഫറിനെ നോക്കി പറഞ്ഞു, ഇതാ വരുന്നു ലോകത്തിന്റെ പ്രഭു, അവൻ്റെതൊന്നും എന്റെ പക്കലില്ല. നരക കവാടങ്ങൾ പോലും പാതാളങ്ങൾ പോലും അവന്റെ വിശുദ്ധിയുടെ മുമ്പിൽ ആടിപറ പറഞ്ഞില്ലേ, അവനാണ് പവിത്രൻ, അവനാണ് സൽഗുണപൂർണ്ണൻ, അവനെ ആഘോഷിക്കാൻ വിളിച്ചത്. ഹല്ലേലൂയ! മക്കളെ, ഈ വചനമൊക്കെ അകത്തോട്ട് കയറട്ടെ. എനിക്കിന്ന് നിങ്ങൾ 5 മണി വരെ സമയം തന്നാൽ എനിക്ക് വാതോരാതെ പറയാൻ വചനം വായിലുണ്ട്. അവനെ കുറിച്ച് പറയാൻ 1000 വാക്കല്ലേ. നമ്മളിടക്ക് പാടാറില്ലേ, അടവീത്തരുക്കളിടയിൽ ഒരു നാരകമെന്ന വണ്ണം, അടവീത്തരുക്കളിടയിൽ ഒരു നാരകം വിശുദ്ധരിൽ കാണുന്നേ അതിശ്രേഷ്ഠനാം. ആ കരമുയർത്തി പറ, വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ. ഈ വരി കൂടി ചേർന്ന് പറ, പനിനീർ പുഷ്പം ശാരോനീലാവൻ താഴ്വരയുടെ താഴ്വരയിൽ, പനിനീർ പുഷ്പം ശാരോനീലാവൻ താഴ്വരയുടെ താഴ്വരയിൽ, വിശുദ്ധരിൽ ആദി വിശുദ്ധനവൻ, മാ സൗന്ദര്യ വിശുദ്ധരിൽ ചേർന്ന് പറഞ്ഞേ, വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. പകർന്നാൻ തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം, പകർന്നാൻ തൈലം പോൽ നിന്നാമം. ചേർന്ന് പാടിയാട്ടെ, പാരിൽ സൗരഭ്യം വിശുദ്ധരാ, പാടി ദൂഷി നിന്ന ഏറും കണ്ണോളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ, പാടി ദൂഷി നിന്ന ഏറും കണ്ണോളിൽ എന്നെ സുഗന്ധ. ഇരു കരങ്ങൾ മേലോട്ട് ഉയർത്തി, വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ, നന്ദിയോടെ ഞാൻ പാടിയിടുമേ. ദൈവം നമ്മെ വിളിച്ചെന്തിനാ മക്കളെ? എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട. എന്തെങ്കിലുമൊക്കെ കൊച്ചു ബലഹീനതകളൊക്കെ
ഇല്ലാത്ത ആരാ ഉള്ളേ? അല്ലേ? പണ്ട് ബെൻസി പാർസ് പറഞ്ഞ പോലെ കൂനില്ലാത്ത ഏതോ ഒട്ടകമാ ഉള്ളേ? ഏത് മനുഷ്യനാ കുറവില്ലാത്ത? അതുകൊണ്ട് നമ്മളെ ഘോഷിപ്പാൻ വിളിച്ചത് ഈ കർത്താവിനെയാ. ധൈര്യമായിട്ട് പറയണം, ഒരാളോടെങ്കിലും ഒരു ദിവസം ഇവന്റെ സൽഗുണം പറയണം. ധൈര്യമായിട്ട് പറ. സെൻസർ ബോർഡ് പിടിച്ചിട്ടില്ലല്ലോ, അവനിൽ ഒരു കുറ്റവും ലോകം കണ്ടിട്ടില്ലല്ലോ, പരിശുദ്ധനല്ലേ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരുപാട് വിശുദ്ധന്മാരെന്ന് പ്രഖ്യാപിച്ചവരുണ്ട്, പക്ഷെ യേശുനാഥൻ അങ്ങനെയല്ല. അവൻ സാക്ഷാൽ വിശുദ്ധനായിരുന്നു. ലോകത്തിലെ മഹാത്മാക്കൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ചു അവൻ വിശുദ്ധനാണെന്ന്. ആരുടെ സൽഗുണം? യേശുവിന്റെ സൽഗുണം. ഒരാളോടെങ്കിലും പറയാറുണ്ടോ? മക്കളെ, കൂടെ പഠിക്കുന്ന കൂട്ടുകാരോട് ഒന്ന് പറ. ഞങ്ങളുടെ യേശു ഉണ്ടല്ലോ, അത്ഭുതവാനാകട്ടോ, യേശു നല്ലവനാകട്ടോ. ഒന്ന് പറഞ്ഞു നോക്ക്, ഒന്ന് വിളിച്ചു നോക്ക്. പറയുവോ? പറയുവോ? പറ. ധൈര്യമായിട്ട് മക്കൾ പറ. ദൈവം നമ്മെ വിളിച്ചത് അവന്റെ സൽഗുണം ഘോഷിപ്പാനാ, വേറെ ഒന്നുമല്ല. ഒരു ചർച്ചിന്റെ സൽഗുണം ഘോഷിക്കണ്ട, ഒരു പാസ്റ്റർമാരുടെ, ഒരു പ്രവാചകന്മാരുടെ സൽഗുണം ഘോഷിക്കണ്ട. നമ്മെ വിളിച്ചത് അവരെ ഒന്നും ഘോഷിക്കാനല്ല, യേശുവിനെ ഘോഷിക്കാനാ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് അവസാനിപ്പിക്കാനുണ്ട്. ആമേൻ, ആമേൻ. ഒറ്റ മിനിറ്റ് കൊണ്ട് മത്തായി സുവിശേഷം ഒന്നെടുത്ത് വേഗം വായിക്കണം, 2 സെക്കൻഡ് കൊണ്ട്. മത്തായി 9-ാം അധ്യായം 30-31 വാക്യം. പിന്നെ യേശു പുറപ്പെട്ട് നോക്കുവിൻ. പിന്നെ യേശു നോക്കുവിൻ, ഇതാരോടും പറയരുത്, ഇതാരും അറിയരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചു. സംഭവം എന്താ? സംഭവം എന്താണ്? അതിന് മുന്നോട്ടൊന്ന് കയറ്റി വായിച്ചേ. ആരാ സൗഖ്യമായേ? കണ്ണ് തൊട്ടു, സൗഖ്യമായി. കുരുടന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു, കർത്താവ് സൗഖ്യമാക്കി. സൗഖ്യമാക്കിട്ടെ മോർണിംഗ് വന്ന് സൗഖ്യമാക്കിട്ടെ കർത്താവ് ഓക്കെ മോനെ, ആരും പറയണ്ട കേട്ടോ. അങ്ങനെയാണോ പറഞ്ഞേ? പദം ശ്രദ്ധിക്കണം. എങ്ങനെയാ പറഞ്ഞേ? ഞാൻ ഇവരോട് മോനെ അതാരോടും പറയണ്ട കേട്ടോ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാക്കുമായിട്ട് വ്യത്യാസമുണ്ടോ? അല്ല, ഇങ്ങനെയാണോ യേശു പറഞ്ഞേ? മോനെ ആരോടും പറയണ്ട കേട്ടോ, അങ്ങനെയാണോ പറഞ്ഞേ? പിന്നെയോ? എടാ, ഞാൻ നിന്നോട് കർശനമായിട്ട് പറയുക, ഒരാളോട് പറഞ്ഞേക്കരുത്. ഇതല്ലേ യേശു പറഞ്ഞേ? യേശു അമർച്ചയായി കൽപ്പിച്ചു. അതിന്റെ അർത്ഥം വീട്ടിൽ നിന്ന് PUC ബൈബിൾ എടുത്ത് വായിച്ചു നോക്കെ. കർശനമായിട്ട് പറഞ്ഞു, ആരോടും പറഞ്ഞേക്കരുത്. അടുത്ത വാക്യം വായിച്ചോ കേട്ടോ, രസമാ. വായിച്ചോ. അവരോ പുറപ്പെട്ട് ആ ദേശത്തിലൊക്കെയും അവന്റെ ശ്രുതിയെ പരത്തി. ആരോടും പറയരുതെന്ന് അമർച്ചയായി കൽപ്പിച്ചിട്ടും അവന്റെ സൽഗുണം മറച്ചു വെക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ദേശത്തേക്കും അവന്റെ സ്തുതി എന്ത് ചെയ്തു? പരന്നു. ദൈവമക്കളെ, ഇത്രയും പേര് പോയി ഈ ആഴ്ച മുഴുവൻ യേശുവിന്റെ സ്തുതി പരത്തിയാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഫോട്ടോ വെച്ചതിൽ ഉണർവുണ്ടാവില്ലേ? പക്ഷെ നമ്മളെല്ലാം മറ്റേ ഗോദ്രേജിന്റെ സിബിട്ട് പൂട്ടി വെച്ചേക്കുക. ചീത്ത പറയാനും തെറി പറയാനും മാത്രമേ തുറക്കത്തുള്ളൂ. യേശുവിനെ കുറിച്ച് പറയാൻ ഈ 10 മാസത്തിനകത്ത് 2 പേരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞ എത്ര പേര് കാണും? കൈ പൊക്കണ്ട. സൽഗുണം ഘോഷിപ്പാനാ ഇതിനാ വിളിച്ചേ. ഈ അമർച്ചയായി കൽപ്പിച്ചു. ഇനി 5-ാമത്തെ മത്തായി മർക്കോസ് 5:20 അമർച്ചയായി കൽപ്പിച്ചു. അവർ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും തെക്കപ്പുര നാട്ടിൽ ഘോഷിച്ചു. 6000 ഭൂതമുണ്ടായവൻ സൗഖ്യമായപ്പോൾ, വിടുതൽ പ്രാപിച്ചപ്പോൾ, അത്ഭുതം കഴിഞ്ഞപ്പോൾ അവൻ ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. ഇപ്പോ ദെക്കപ്പൊലി നാട്ടിലെ
സഞ്ചാര സുവിശേഷകൻ ആരാ? പറ. ദെക്കപ്പോലി നാട്ടിലെ പാസ്റ്ററുടെ പേര് പറ. ഭൂതബാധിതൻ. എത്ര ഭൂതം ഉണ്ടായിരുന്നു? 6000 ഭൂതം ഉണ്ടായവൻ ഓടി നടന്ന് സുവിശേഷം പറയുന്നു. യേശു രക്ഷകനാകട്ടോ, യേശു ദൈവമാകട്ടോ, യേശുവാണ് അത്ഭുത മന്ത്രി, യേശുവാണ് രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ. ഇവൻ ദെക്കപ്പോലി നാട് മുഴുവൻ നടന്ന് യേശുവിനെ ഘോഷിക്കുന്നു. ഒരു മടിയില്ല, ഒരു അറപ്പുമില്ല. അവൻ പറയുന്നു യേശുവിനെ രക്ഷിച്ചു. നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എങ്ങനെ പറയാനാ? നമ്മൾ ഇതൊന്നുമല്ല, നമ്മൾ വേറെ ഇന്റർനാഷണൽ വിഷയം കൊണ്ട് അടയ്ക്കുകയല്ലേ. നമുക്കിത് പറയാൻ എവിടെയാ നേരം? ആമേൻ. പക്ഷെ നിർത്തണം. 6000 ഭൂതമുണ്ടായി അവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. കുരുട്ട് കണ്ണുള്ളവൻ യേശുവിനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് അവൻ പോയി പറഞ്ഞു യേശു ദൈവമാണെന്ന്. എന്തിനാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തേ? ഒറ്റ വാക്ക് പറ. അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അടുത്ത ആഴ്ച നിങ്ങളെ ദൈവം ഏതിരുട്ടിൽ നിന്നാണ് പുറത്തു കൊണ്ടുവന്നത്? അതെങ്ങനെയുള്ള ഇരുട്ടാ? അതൊന്ന് പഠിക്കണം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. കണ്ണടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ താങ്ക് യു ജീസസ്. ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? എന്നെ വിളിച്ചത് സൽഗുണം ഘോഷിപ്പാനാ. എനിക്കൊരവസരം ദൈവം തന്നാൽ, ഒരൊറ്റ അവസരം ദൈവം തന്നാൽ ഞാൻ ഈ സൽഗുണം ഘോഷിക്കും എന്ന് പറയാൻ കഴിയുന്നവർ, അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നവർ പ്ലീസ് ഒന്ന് അതാ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ പറയാം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഞാൻ പറയാം. എനിക്കൊരു അവസരം കിട്ടിയാൽ ഈ യേശുവിനെ സാക്ഷീകരിക്കാൻ, ഈ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ എല്ലാവർക്കും പറ കടക്കാരൻ. ഞാൻ എല്ലാവർക്കും, ആർക്കൊക്കെയാ? ജ്ഞാനികൾക്കും ബർബരന്മാർക്കും ഞാൻ കടക്കാരൻ. എന്ത് നിമിത്തം? സുവിശേഷം നിമിത്തം ഞാൻ കടക്കാരനാ. ഇനി എല്ലാവരും ഒരു സെക്കൻഡ് എന്നും നോക്കിക്കേ. നിങ്ങളുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ കണക്ക് ദൈവം നിങ്ങളോട് ചോദിക്കും. പ്രവചന പുസ്തകത്തിനകത്തൊരു വാക്യം ഓർപ്പിക്കാൻ ആത്മാവ് ഇടപെടുന്നു. ആ വാക്യം ഇതാണ്: നിന്റെ ദേശത്ത് നിന്ന് ഒരാൾ നശിച്ചു പോയാൽ ആ രക്തം നിന്നോട് ചോദിക്കും. നിന്റെ സഹോദരൻ ശവക്കുഴി കാണാതിരിക്കേണ്ടതിന്, അവൻ ഈ സത്യം അറിയേണ്ടതിന് ഒരുപക്ഷെ ഇറക്കി വിടുമായിരിക്കും, അടിച്ചോടിക്കുമായിരിക്കും, ആട്ടിപ്പുറത്താക്കുമായിരിക്കും. പക്ഷേ ഒരൊറ്റ ചാൻസ്, ചെന്ന് പറ, അച്ഛാ യേശു നിങ്ങൾക്ക് വേണ്ടിയാ മരിച്ചേ. ഒരൊറ്റ കളിയാക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ ഡ്യൂട്ടി തീർക്ക്, ബാക്കി ദൈവം ചെയ്യട്ടെ. ചിലപ്പോ അവന്റെ ജീവിതത്തിലെ ഒരവസാന കച്ചിത്തുരുമ്പായിരിക്കും. ബ്രദറെ, ഒന്ന് ഞങ്ങളുടെ കൂടെ വാ, ഒരു ആരാധന, ഒരു ദിവസം ഒന്ന് വിളിച്ചു നോക്ക്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. ഞങ്ങളുടെ കുടുംബത്തിനകത്തുന്ന ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞപ്പോ ആ വീട്ടിലെ അമ്മാമ്മ കേട്ടുകൊണ്ടിരുന്നു. അമ്മാമ്മ അവിടെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഉച്ചയായി, 1 മണിയായി. അപ്പൊ അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ ഇപ്പൊ വരും, നിങ്ങൾ വേഗം പോയിക്കോന്ന് പറഞ്ഞു, പോവാന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വന്നു. ഒരു പള്ളിയുടെ അടുത്താ, അവിടെ ഒരു സിമിത്തേരി ഉണ്ട്. ആ സമയത്ത് ഈ മനുഷ്യ ചോദിച്ചാൽ നിങ്ങളാരാ? ഞങ്ങൾ സുവിശേഷം പറയാൻ വന്നു. ഇറങ്ങിപ്പോന്ന് പറഞ്ഞു. ഇറങ്ങിപ്പോരുന്ന സമയത്ത് ആ ദൈവദാസി ആ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടാ ഒരു മണിയടി ശബ്ദം കേട്ടോ? എനിക്കറിയാം.
സിമിത്തേരിന്നാ ഒരു ശവോടൊക്കെ നടക്കുക. തൊട്ടടുത്ത സിമിത്തേരി ആരോ ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ട്. ആ മനുഷ്യന്റെ ശവോടക്കിന്റെ സമയമാ. എനിക്കറിയാം പൊക്കോന്ന് പറഞ്ഞു. ഇറങ്ങിയ സമയത്ത് ഈ ദൈവദാസി പറഞ്ഞു, ഇന്ന് വേറൊരു മനുഷ്യനാ മരിച്ചേ, നാളെ ഇതുപോലെ നമ്മൾ മരിക്കും, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഇപ്പൊ പോകുന്ന പണ്ട് ഇറക്കി അടിച്ചിറക്കി വിട്ടു. പിറ്റേ ദിവസം സുവിശേഷീകരണത്തിന് വേണ്ടി ആ സഹോദരന്മാർ ആ വഴി പോകുമ്പോൾ ഈ മനുഷ്യന്റെ ഫ്ലെക്സ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നു. എൻ്റെ കയ്യിലുണ്ട് ആ പറഞ്ഞ സാക്ഷ്യത്തിന്റെ വീഡിയോ. അയൽവക്കക്കാർ ഓടി വന്നിട്ട് പറഞ്ഞു, സഹോദരി നിങ്ങൾ ഇറക്കി വിട്ടില്ലേ ഇന്നലെ? ആ മനുഷ്യൻ മരിച്ചു ഇന്നലെ രാത്രി. അയ്യോ, ഞങ്ങൾ പറഞ്ഞതാ, ആ മണിയടി ശബ്ദം ഏതൊരു മനുഷ്യന്റെ മരണമാ, നിങ്ങളെയും തേടി വരും, രക്ഷിക്കപ്പെട്. ഒരു ചാൻസ് ദൈവം അവർക്ക് കൊടുത്തു. ദൈവമക്കളെ, നാം പറയുന്ന നിമിത്തം എത്രയോ പേര് രക്ഷപ്പെടും. ഒരു തീരുമാനമെടുക്ക്. പറയാൻ അറിയില്ലെങ്കിലും യേശു മരിച്ചെന്ന് പറയാലോ, അത്ര മതി. കണ്ണുകളടയ്ക്ക. പ്ലീസ് ഒന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ സിന്ധു ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, വിശുദ്ധ പകൽക്കാലം കർത്താവേ, അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കൊരുക്കിയ വലിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എൻ്റെ യേശുവേ, ഇന്ന് പകൽക്കാലം കേട്ട വചനം അനുസരിച്ച് അനേകരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ദൈവമേ സ്തോത്രം, ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗം ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞ ഈ സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സമാധാനം കർത്താവേ, അനേകായിരങ്ങളെ കർത്താവേ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇത് കർത്താവെ പകർന്നു കൊടുപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോ ദൈവമക്കളെയും സ്വർഗം ഇടയാക്കണമേ. അതിനായി ഓരോ കുഞ്ഞുങ്ങളെയും നീ ബലപ്പെടുത്തണമേ കർത്താവേ. അങ്ങയുടെ വചനം അറിയിക്കുന്ന ഓരോ മക്കളെയും ദൈവം ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങയ്ക്ക് വേണ്ടി മരണം വരെയും വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ദൈവകൃപയോടുകൂടി കർത്താവെ അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സ്വർഗം സഹായിക്കണമേ. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. ഓരോ ഹൃദയങ്ങൾക്കും ദൈവ സമാധാനവും സന്തോഷവും കൊടുക്കണമേ കർത്താവെ. നഷ്ടപ്പെട്ടു പോകുവാൻ ആരെയും സ്വർഗം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിനായി ഓരോരുത്തരെയും ദൈവം അഭിഷേകം ചെയ്ത് അനുഗ്രഹത്തോടുകൂടി, അഭിഷേകത്തോടുകൂടി കർത്താവെ അനേകായിരങ്ങളുടെ വിടുതലിന് വേണ്ടി കർത്താവെ ഞങ്ങളുടെ സഭയിൽ നിന്ന് എല്ലാവരെയും ദൈവം ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനായി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. തിരുവചനം അറിയിപ്പാൻ ദൈവശക്തി കൊടുത്തതിനായി സ്തോത്രം നാഥ. കേട്ട വചനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, അതിനായി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കിയാട്ടെ. പ്രാർത്ഥനയും യാചനയും കേട്ടതിന് നന്ദി, മാനവും മഹത്വവും അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാമേശുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സംസർഗവും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഭൂമിയിലെ എല്ലാ വിശുദ്ധന്മാരോടും കർത്താവിന്റെ സാന്നിധ്യം കൃപയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യേകാശവര വരെ ഉണ്ടായിരിക്കുമതാവട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ആമേൻ. യേശുവേ വരണമേ. സമാധാനത്തോടെ കടന്നു പോകാൻ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.